നമസ്കാരം, മഹേഷ് ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 5 ക്യാമറയുമായി എത്തിയ നോക്കിയ 9ൻ്റെ വിശേഷങ്ങളാണ്. ഏതാണ്ട് DSLR ലെവലിലുള്ള ചിത്രങ്ങൾ എടുക്കാൻ സാധിക്കുമെന്ന് നോക്കിയ അവകാശപ്പെടുന്ന നോക്കിയ 9ൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ആദ്യമായിട്ട് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റായിട്ട് എടുത്തു കാണിക്കേണ്ടുന്നത് ഇതിൻ്റെ ബാക്ക് ക്യാമറ തന്നെയാണ് എന്നുള്ളതാണ്. നമുക്കറിയാം, ഒട്ടുമിക്ക മൊബൈൽ ഫോണുകളും ഡ്യുവൽ ക്യാമറ അല്ലെങ്കിൽ കൂടിപ്പോയി കഴിഞ്ഞാൽ ട്രിപ്പിൾ ക്യാമറ വരെയൊക്കെയാണ് ഉണ്ടായിരുന്നത്. അവിടേക്കാണ് നോക്കിയ 5 ക്യാമറയുള്ള മൊബൈൽ ഫോണുമായിട്ട് വരുന്നത്. നോക്കിയ 9 പൂർണ്ണമായും ഫോട്ടോഗ്രാഫിയിൽ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു മൊബൈൽ ഫോണാണ്. 5 ക്യാമറകൾ f1.8 ആപ്പറേച്ചറിലുള്ള 5 ക്യാമറകളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് 5ഉം 12 മെഗാ പിക്സലിൻ്റെ ക്യാമറകളാണ്. എല്ലാം f1.8 ആപ്പറേച്ചറിൻ്റെ ക്യാമറകളാണ്. ഇതിൽ 2 എണ്ണം RGB സെൻസറും അതേപോലെ മറ്റു 3 എണ്ണം മോണോക്രോം സെൻസറുമാണ്. മോണോക്രോം സെൻസറുകൾ മികച്ച ലൈറ്റിനു വേണ്ടിയും അതേപോലെ തന്നെ RGB സെൻസർ മികച്ച കളറിനു വേണ്ടിയുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മറ്റ് മൊബൈൽ ഫോണുകളിൽ നിന്ന് വ്യത്യസ്തമായി വൈഡ് ആംഗിളിന് വേണ്ടിയും സൂമിന് വേണ്ടിയൊന്നും ഈ പറയുന്ന ക്യാമറയുടെ ലെൻസുകൾ ഉപയോഗിക്കുന്നില്ല. മറിച്ച് ഈ പറയുന്ന 5 ക്യാമറകളും ഒരു സിംഗിൾ ഒബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്ത് മികച്ച ചിത്രങ്ങൾ എടുക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. അതായത് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സിംഗിൾ ഒബ്ജക്റ്റിനെ ഈ പറയുന്ന 5 ക്യാമറകൾ പലതായി തരംതിരിച്ച് ഫോട്ടോ എടുക്കുന്നത് മൂലം വളരെ മികച്ച ഡെപ്ത്, അതായത് ഇതുവരെ ഇറങ്ങിയ ക്യാമറകളുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും മികച്ച ഒരു ഡെപ്തായിരിക്കും ഈ പറയുന്ന നോക്കിയ 9 എടുക്കുന്ന ചിത്രങ്ങൾക്ക് ലഭിക്കുക എന്നുള്ളത്. അതായത് ചിത്രങ്ങൾക്ക് വളരെ മികച്ച ക്ലാരിറ്റി. അതുകൊണ്ടാണ് നോക്കിയ പറയുന്നത് DSLR ലെവലിലുള്ള അത്ര മികച്ച ക്വാളിറ്റിയോടുകൂടി ചിത്രങ്ങൾ എടുക്കാൻ ഈ പറയുന്ന നോക്കിയ 9ൻ്റെ ബാക്ക് ക്യാമറയ്ക്ക് സാധിക്കുമെന്നുള്ളതാണ്. വളരെ മികച്ച ഒരു ബാക്ക് ക്യാമറ തന്നെയാണ് നോക്കിയ 9ൻ്റേത്. അടുത്തതായിട്ട് ഫ്രണ്ട് ക്യാമറയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ f1.8 ആപ്പറേച്ചറിലുള്ള 20 മെഗാ പിക്സലിൻ്റെ സിംഗിൾ ക്യാമറയാണ് നോക്കിയ 9ൽ ഉപയോഗിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഫ്രണ്ട് ക്യാമറ മികച്ച ക്യാമറ തന്നെയാണ്. എന്നിരുന്നാലും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ഇതിൻ്റെ ബാക്ക് ക്യാമറയ്ക്ക് തന്നെയാണ്. ഈ മൊബൈൽ ഫോണിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റും ഈ മൊബൈൽ ഫോണിൻ്റെ ബാക്ക് ക്യാമറ തന്നെയാണ് എന്നുള്ളതാണ്. ഇനിയും നോക്കിയ 9ൻ്റെ ഡിസ്പ്ലേ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ 5.99 ഇഞ്ചാണ് ഡിസ്പ്ലേ സൈസ്. POLED ഡിസ്പ്ലേയിലാണ് ഈ പറയുന്ന നോക്കിയ 9 നിർമ്മിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ കോർണിംഗ് ഗോറില്ല ഗ്ലാസ് 5ൻ്റെ സംരക്ഷണവും ഈ പറയുന്ന നോക്കിയ 9 ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഇറങ്ങുന്ന ഒട്ടുമിക്ക സ്മാർട്ട് ഫോണുകളും 19.5:9 ആസ്പെക്ട് റേഷ്യോയിലാണ് നിർമ്മിച്ചിരിക്കുന്നതെങ്കിൽ നോക്കിയ 9 പഴയ ആ ഒരു ആസ്പെക്ട് റേഷ്യോ ആയ 16:9 ആസ്പെക്ട് റേഷ്യോയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും വളരെ മികച്ച ഒരു ക്വാളിറ്റിയാണ്. കാരണം QHD+ ഡിസ്പ്ലേയുമായിട്ടാണ് ഈ പറയുന്ന നോക്കിയ 9 വിപണിയിലേക്ക് വരുന്നത്. എന്നാൽ ഇപ്പോൾ കാണുന്ന തരത്തിലുള്ള ഇപ്പോഴുള്ള മൊബൈലുകളിൽ കാണുന്ന പോലുള്ള നോച്ച് സംവിധാനങ്ങളൊന്നും ഈ പറയുന്ന നോക്കിയ 9ലില്ല. പഴയ രീതിയാണ് പിന്തുടർന്നിരിക്കുന്നത്. അതേപോലെ തന്നെ പ്രോസറിൻ്റെ കാര്യത്തിൽ നമുക്കത് കാണാൻ കഴിയുമെന്നുള്ളതാണ്. ഏറ്റവും പുതിയ സ്നാപ്ഡ്രാഗൺ 855 പ്രോസർ ഉപയോഗിക്കുന്നതിന് പകരം കഴിഞ്ഞ വർഷത്തെ സ്നാപ്ഡ്രാഗൺ 845 പ്രോസറാണ് ഈ പറയുന്ന നോക്കിയ 9ൽ കമ്പനി ഉപയോഗിച്ചിരിക്കുന്നത്. 6+128 GB സ്റ്റോറേജോടുകൂടി മൊബൈൽ ഫോണാണ് വിപണിയിലേക്ക് എത്തിക്കാൻ പോകുന്നത്. ഈ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി കപ്പാസിറ്റി 3320 mAh ബാറ്ററിയാണ്. അതിലൽപ്പം കുറവായിട്ട് നമുക്ക് തോന്നാം. എന്നിരുന്നാലും ഫാസ്റ്റ് ചാർജിങ് സൗകര്യമൊക്കെയുള്ള മൊബൈൽ ഫോണാണിത്. 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സൗകര്യമുള്ള മൊബൈൽ ഫോണാണ് നോക്കിയ 9. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറും അതേപോലെ തന്നെ USB Type-C പോർട്ടുമൊക്കെ ആയിട്ടാണ് ഈ പറയുന്ന നോക്കിയ 9 വിപണിയിലേക്ക് വരുന്നത്. അതേപോലെ തന്നെ വാട്ടർ റെസിസ്റ്റൻറ്റിനുള്ള IP67 സർട്ടിഫിക്കറ്റ് നേടിയ മൊബൈൽ ഫോണുമാണ് നോക്കിയ 9 എന്ന് പറയുന്നത്. ഡിസൈൻ്റെ കാര്യം എടുക്കുകയാണെങ്കിലും വളരെ നല്ലൊരു ഡിസൈൻ തന്നെയാണ് നോക്കിയ 9 ഉള്ളത്. അലൂമിനിയം ബോഡിയും അതേപോലെ തന്നെ ഗ്ലാസും ചേരുന്ന തരത്തിലുള്ള ഡിസൈനാണ് ഇതിനുള്ളത്. അതേപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലും കോർണിംഗ് ഗോറില്ല ഗ്ലാസ് 5ൻ്റെ സംരക്ഷണമുണ്ട് എന്നുള്ളതാണ്. ഗൂഗിളിൻ്റെ ആൻഡ്രോയിഡ് 1 പ്ലാറ്റ്ഫോമിൽ പ്രവർത്തിക്കുന്ന നോക്കിയ 9 വന്നിരിക്കുന്നത് ആൻഡ്രോയിഡ് 9 Pie ഔട്ട് ഓഫ് ദ ബോക്സുമായിട്ടാണ്. 3.5mm ഹെഡ്ഫോൺ ജാക്ക് ഇല്ല എന്നതും അതേപോലെ തന്നെ ഏറ്റവും പുതിയ പ്രോസറായ സ്നാപ്ഡ്രാഗൺ 855 ഇതിൽ ഉപയോഗിച്ചിട്ടില്ല എന്നതും വേണമെങ്കിൽ നമുക്കൊരു പോരായ്മയായിട്ട് പറയാം. എന്നാൽ മറുഭാഗത്ത് 5 ക്യാമറകൾ ഉള്ള മികച്ച ഒരു മൊബൈൽ ഫോണാണ് നോക്കിയ 9 എന്ന് പറയുന്നത്. അതേപോലെ തന്നെ DSLR ലെവലിലുള്ള ഒരു ഫോട്ടോഗ്രാഫി അനുഭവം നൽകാൻ തീർച്ചയായിട്ടും നോക്കിയ 9 സാധിക്കുമെന്നുള്ളതാണ്.
6 GB റാമും 128 GB സ്റ്റോറേജുമുള്ള നോക്കിയ 9ൻ്റെ വില ഏതാണ്ട് ഇന്ത്യയിൽ 50,000 രൂപ അടുത്താണ് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ക്യാമറയുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും വളരെ മികച്ച ഒരു മൊബൈൽ ഫോൺ തന്നെയാണ്. ഇന്നോളം ഇറങ്ങിയ മൊബൈൽ ഫോണുകളിൽ വെച്ച് ഏറ്റവും മികച്ച മൊബൈൽ ഫോണുകളിലൊന്നാണ് ഈ പറയുന്ന നോക്കിയ 9 എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ മറ്റു പുതിയ ടെക് വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു പുതിയ ടെക് വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഗുഡ് ബൈ.